നമസ്കാരം സുഹൃത്തുക്കളെ. പാരൻസ് മെയിൻ്റനൻസ് ആക്ടിൻ്റെ തിയറിയിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല. പകരം ഈ ആക്ട് ഉപയോഗിച്ച് നടന്ന ഒരു കേസ്, ഒരു റിയൽ കേസ്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അതിൽ നമ്മൾ RDO ഓഫീസിൽ കയറുന്നുണ്ട്, കളക്ടറിൻ്റെ ഓഫീസിൽ പോകുന്നുണ്ട്, ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൻ്റെ ടാക്ടിക്സ്, അവർ റേസ് ചെയ്യുന്ന ചലഞ്ചസ്, ഇതിൻ്റെ കോസ്റ്റ്, പിന്നെ ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ്, പോലീസ് സ്റ്റേഷൻ, ദിസ് ആൻഡ് ദാറ്റ്, ഹൗ ടു ഡു, അതെല്ലാം നമ്മൾ മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ദുർഘടം പിടിച്ച യാത്രയാണ്, നമ്മൾ വിചാരിച്ച പോലെ 1, 2, 3 അല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്യുക. കാരണം അവരെ യാത്ര വെച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്സൊക്കെ അവർക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ 2007 ആക്ട്സിൻ്റെ കുറച്ച് ബേസിക്സ് ഒരു 30 സെക്കൻഡ്സിൽ നമുക്ക് കവർ ചെയ്തിട്ട് കേസ് സ്റ്റഡിയിലേക്ക് പോകാം. അപ്പോൾ വൃദ്ധരായ സീനിയർ സിറ്റിസൺസോ, അച്ഛനോ അമ്മയോ മക്കളില്ലാത്ത സീനിയർ സിറ്റിസൺസോ, അവർക്ക് അവരെ റിട്ടയർമെൻറ്റ് ടൈമോ അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക, അവരുടെ ലാസ്റ്റ് 20 years അവരൊക്കെ ജോലിയൊന്നുമില്ലാതെ, വരുമാനമില്ലാത്ത സമയത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി അവർക്ക് വേണ്ട ബേസിക്സ്, ഭക്ഷണം, താമസിക്കാനൊരു വീട്, മരുന്ന്. അപ്പം അതിനുള്ള പൈസ ഇല്ലാത്തൊരു സാഹചര്യം വരിക, അല്ലെങ്കിൽ വീട് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കിടപ്പിലായി പോവുക, അങ്ങനെയുള്ള സാഹചര്യത്തിൽ 2007 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമമാണ് സീനിയർ സിറ്റിസൺ പാരൻസ് മെയിൻ്റനൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ദുഃഖകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ 2007 ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് മാക്സിമം 10,000 രൂപയാണ്. ഇതിപ്പോൾ 10-15 വർഷം കഴിഞ്ഞു. ഈ 10,000 രൂപയ്ക്ക് അന്ന് 40,000 രൂപ വില ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ല. ഈ പ്രായത്തിലൊക്കെ ഒരു ആശുപത്രി കയറി ഇറങ്ങിയാൽ തന്നെ 3,000 രൂപ OP തന്നെ തീരും. അപ്പോൾ അവർക്ക് വലിയ സംഭവമൊന്നുമല്ല അവർക്ക്. പക്ഷേ ജീവൻ നിലനിന്ന് പോകാൻ കിട്ടുന്ന എന്തും നമ്മൾ സ്വീകരിക്കില്ല. അതിന് ശേഷം ഒരു അമെൻമെൻറ്റൊക്കെ വന്നെങ്കിൽ അന്ന് പാസ്സായിട്ടുള്ള യാതൊരുവിധ മാറ്റങ്ങളും വരാത്ത ഒരവസ്ഥയാണ്. ദുഃഖകരമാണ്. എന്നിരുന്നാലും നിങ്ങൾക്കെന്ന് ഉദ്ദേശിച്ചത് ആർക്കാണെന്ന് വെച്ചാലും ഈ അനുവദിച്ച തുക പോരാതെ വന്ന് നിങ്ങൾ ഈ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഹൈക്കോടതിക്ക് നിങ്ങൾക്ക് കൂടുതൽ റിലീഫ് തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഈ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പോയി വായിക്കുകയാണെങ്കിൽ കോടതിക്ക് കൂടുതൽ റിലീഫ് തരാനുള്ള, കൂടുതൽ മെയിൻ്റനൻസ് തരാനുള്ള അധികാരമുണ്ട്. കൂടുതലും ചെയ്യുന്നത് ഹൈക്കോടതികളാണ്. കാരണം അവർക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ഷൻ എന്നീ തുടങ്ങിയ പരമാധികാര അധികാരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, RDOയ്ക്ക് ചെയ്യാൻ പറ്റില്ല, കളക്ടർക്കും ചെയ്യാൻ പറ്റില്ല. അവരുടെയൊക്കെ ക്യാപ്പ് 10,000-15,000 മാക്സിമം. ഓക്കെ, ഇനി മറുവശമുണ്ട് ഇതിനകത്ത്. ഇപ്പം നമ്മളിപ്പോൾ പാരൻസാണ്, അല്ല ഞാനും ഭാര്യയും പാരൻസാണെന്ന് ചോദിക്കുക, വയസ്സായവരാണ്, 65 വയസ്സായി. പക്ഷെ ഞങ്ങൾക്ക് നല്ല റിട്ടയർമെൻറ്റ് ഇൻകം ഉണ്ട്, പെൻഷൻ ഇൻകം ഉണ്ട്. അങ്ങനെയുള്ളവരൊന്നും ഈ ആക്ട് അത്ര കവർ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി വീടും താമസിക്കാനും മരുന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മക്കളിൽ നിന്ന് മേടിച്ച് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൂടുതൽ ഇത് തീരെ ആവശ്യക്കാർക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ട ഇവരുടെ മക്കളോ സക്സസേഴ്സോ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, ഞങ്ങളുടെ പൈസ ഇല്ല, അതൊന്നും വിലപ്പോവില്ല. കാരണം ആസ് ലോങ് ആസ് യു ആർ ഹെൽത്തി യു ഹാവ് ടു പേ ഫോർ ഇറ്റ്. ഓക്കെ, പിന്നെ ഈ മക്കളില്ലാത്ത മുതിർന്നവരുണ്ടല്ലോ, സീനിയർ സിറ്റിസൺസ്. അവർക്ക് ഒരു പക്ഷേ അവരെ നല്ല കാലത്ത് സമ്പാദിച്ച പറമ്പും കെട്ടിടമൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരപ്പനായിട്ട് കൊടുത്ത വീതം ഉണ്ടാവാം. അപ്പോൾ ഇവർ മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സക്സസേഴ്സിലേക്ക് പോകും, അനന്തര അവകാശികൾ. അതപ്പോൾ അവരെ മക്കളില്ലാത്തതുകൊണ്ട് ചേട്ടനോ അനിയനോ പെങ്ങളോ ഒക്കെ ആയിരിക്കും. അവർക്ക് എതിരെയും RDOയിൽ പരാതി കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഈ വിധം വരുന്നത് കൊണ്ട് ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല ഈ നിയമം
അനുശാസിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ നിശ്ചയിക്കുന്ന ഈ മെയിൻ്റനൻസ് തുക, ഉദാഹരണത്തിന് എന്നൊരു വ്യക്തിക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുക മെയിൻ്റനൻസ് തുക അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ കോടതി നോക്കും എത്ര തുക ഇയാൾ സമ്പാദിക്കുന്നത്, ഇയാളുടെ ജോലി എന്താണ്, എത്ര മക്കളുണ്ടെന്ന് നോക്കും. ഇപ്പോൾ അവരിപ്പോൾ 3 മക്കളാണെങ്കിൽ സാധാരണഗതിയിൽ 10,000/3 ഏകദേശം 3,000 രൂപ വെച്ച് അടയ്ക്കാൻ എല്ലാവരോടും പറയും. അപ്പോൾ ആ 3,000-ൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ അയാൾക്ക് ആക്സിഡൻറ്റോ എന്തോ അയാൾക്ക് അതിന് സമ്പാദിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ കുറച്ച് ഇളവ് കൊടുക്കും. അതല്ല 2 മക്കളാണെങ്കിൽ 5,000 വീതം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മക്കൾ, ഭാര്യയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ജീവിക്കാനുള്ള തുക നോക്കി വച്ചിട്ട് ബാക്കി നിങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ആണ് ഈ അഫോർഡബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളതിന് പിടിച്ച് പറിക്കൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് കോടതി കൊടുക്കാൻ പറയും. കോടതി അത് മേക്ക് ഷുവർ ചെയ്യും, എൻഫോഴ്സ് ചെയ്യും. ഓക്കെ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഓർഡറായിട്ട് പൈസ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വരും. പൈസ കൊടുക്കുന്നത് വരെ ജയിലിൽ നിൽക്കേണ്ടി വരും. പിന്നെ ഈ ആക്ട് നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാം. ഇത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ആകെപ്പാട് 9 പേജേ ഉള്ളൂ. വളരെ സിമ്പിളായുള്ളൊരു ആക്റ്റാണ്, നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കത് ഒന്ന് വായിച്ചിരിക്കുന്നത് നിങ്ങളൊരു കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ കേസിനെ പറ്റി ആക്ടിനെ പറ്റി മനസ്സിലാക്കാനും, അതുപോലെ നിങ്ങളുടെ വക്കീൽ പറയുന്നത് മനസ്സിലാക്കാനും, അങ്ങനെ ആരെങ്കിലും നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ. നമുക്കിനി നേരെ കേസ് സ്റ്റഡിയിലേക്ക് പോകാം. ഇത് റിയലായിട്ട് നടന്ന സംഭവമാണ്. അപ്പോൾ ഞങ്ങളുടെ സംഘടനയിലേക്ക് വന്ന ഒരു വിഷയമാണിത്. അപ്പോൾ പാരൻസിൻ്റെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ അവർക്ക് 75 വയസ്സ് 70 വയസ്സ് അച്ഛനും അമ്മയും. അപ്പോൾ ഒരു കടയൊക്കെ ആയിട്ട് പോവായിരുന്നു അപ്പച്ചൻ. പക്ഷേ കടം വന്ന് കയറി ആകെ അലമ്പായി. പിന്നെ കുറച്ച് മെൻ്റൽ സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ വന്ന് ആകെ അത് 45 വയസ്സിന് ശേഷം പണിക്ക് പോകാത്തൊരവസ്ഥ ഉണ്ടായി. പിന്നെ അമ്മയ്ക്ക് ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് ജോലിയാണ്. അമ്മയാണ് ഈ 3 മക്കളെയും, 3 മക്കളെന്ന് പറയുമ്പോൾ മൂത്തവർ 2 പേര്, ഇളയൊരു മകൻ, ഈ 3 പേരെ അമ്മയുടെ ഒറ്റ കഠിനാധ്വാനം കൊണ്ടാണ് പഠിപ്പിച്ച് 10-15 വർഷം പഠിപ്പിച്ച് കട്ടിച്ച് വിട്ടൊക്കെ ചെയ്തത്, പ്രത്യേകിച്ച് മൂത്ത 2 പേരെ. അത് കഴിഞ്ഞ് മകന് ഉള്ള അവസ്ഥ വളരെ ശോചനീയമായതുകൊണ്ട് അമ്മയുടെ ഗൈഡൻസിൽ അവൻ പഠിച്ച് ITI ഡിപ്ലോമയൊക്കെ ചെയ്ത് ചെന്നൈ അങ്ങനെ പല സ്ഥലങ്ങളും പോയി ജോലി ചെയ്ത് പിന്നീട് അവൻ പുറത്തു പോവുകയും അങ്ങനെ അവൻ രക്ഷപ്പെട്ട് ആ കുടുംബം മൊത്തം രക്ഷപ്പെടുകയും അവൻ്റെ മുതിർന്ന പെങ്ങന്മാരുടെ കല്യാണത്തിനൊക്കെ അമ്മേനെ സഹായിക്കുകയും പിന്നീട് കുറച്ച് സ്ഥലം മേടിച്ച് വീട് പണിയുകയും അങ്ങനെ അവർ രക്ഷപ്പെട്ടു. പക്ഷേ ഈ കുടുംബം രക്ഷപ്പെടാൻ സാക്രിഫൈസ് ചെയ്ത 2 പേരാണ് അമ്മയും മകനും. ഓക്കെ. പിന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അപ്പോൾ ഈ ഒരു 35-40 വയസ്സായപ്പോൾ ഈ മകൻ അച്ഛനും അമ്മയും നാട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ നാട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, ചെറിയ വീതം എല്ലാവർക്കും കൊടുത്തു. ബാക്കിയുള്ള ഒരു വീതം മകനും ബാക്കി അച്ഛനമ്മയുടെ കാലശേഷം അച്ഛനമ്മയെ നോക്കേണ്ട മകൻ എന്ന നിലയിൽ എഴുതി വച്ചിരുന്നു. അങ്ങനെ എഴുതി വച്ചിരുന്ന പ്രോപ്പർട്ടി ഒരു വിൽപ്പത്രമാണ്. അപ്പോൾ ആ വിൽപ്പത്രത്തിൽ ഈ മകൻ പുറത്ത് സമ്പാദിച്ച തുക കൊണ്ട് നല്ലൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അച്ഛനും അമ്മയ്ക്കും അവൻ്റെ കുടുംബത്തിനും അങ്ങനെ 6 പേർക്ക് ജീവിക്കാം എന്ന രീതിയിൽ നല്ലൊരു ഷോറൂം ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല ഷോറൂം പോലത്തെ ഒരു പ്രോപ്പർട്ടി ചെയ്യുകയും അങ്ങനെ അതിന് കൺസ്ട്രക്ഷൻ വരുന്നതിന് 6 മാസം മുമ്പ് തുടങ്ങി. പക്ഷേ ഇവിടെയാണ് അതിൻ്റെ ബിഗ് ടേണിംഗ് പോയിൻ്റ് തന്നെ. കുടുംബം ശിഥിലമാകുന്ന ഒരു സംഭവത്തിലേക്ക് കടക്കുകയാണ്. എന്താ വെച്ചാൽ ഈ മകൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് ഈ മൂത്ത അളിയൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ള ബാക്കി പ്രോപ്പർട്ടി അമ്മേനെ സംരക്ഷിച്ചു അച്ഛനെ സംരക്ഷിക്കുന്ന രീതിയിൽ നിന്ന് മൂത്ത പെങ്ങളുടെ സഹായത്തോടെ എഴുതിയെടുക്കാനുള്ള പദ്ധതിയായിരുന്നു മൂത്ത അളിയനുണ്ടായിരുന്നത്.
അതുപോലെ അമ്മയുടെ അച്ഛൻ്റെയും വാർദ്ധക്യകാലത്ത് അവർക്ക് വേണ്ട പരിചരണത്തിന് വേണ്ട തുകകൾ, ഹോം നേഴ്സ്, അത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് നിൽക്കുന്ന ഇളയ പയ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന രീതിയിലൊക്കെ വലിയ പദ്ധതിയൊക്കെ ഉണ്ടാക്കി വളരെ മോഹത്തോടെയാണ് മൂത്ത ഇയാളിൽ നിന്നിരുന്നത്. പക്ഷേ ഇവനിങ്ങനെ പെട്ടെന്ന് വരുന്നു കഴിഞ്ഞപ്പോൾ ആളുടെ പദ്ധതിയൊക്കെ പൊളിഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വലിയ പദ്ധതികളൊക്കെ അദ്ദേഹം ഒരു ചീറ്റിംഗ് നടത്തുകയാണ്. ഇവന് വരുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വലിപ്പത്തത്തിന് ആ കെട്ടറ അത്യാവശ്യം തൂണൊക്കെ വന്ന് നമ്പറൊക്കെ ടെമ്പറായിട്ട് ഇടിയിച്ച് ആ വന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വിൽപ്പത്തത്തിന് മേലെ ആധാരം ചെയ്യണം. എന്നിട്ടത് മൂത്ത പെങ്ങളുടെ പേരിലേക്ക് എഴുതുന്ന രീതിയിൽ ആധാരം ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസമോ പ്രോപ്പർ ഗൈഡൻസ് ഒന്നും ഇല്ല. അപ്പോൾ അമ്മ കണ്ണടച്ച് വിശ്വസിക്കാമല്ലോ മക്കളെല്ലാവരും. മൂത്ത മകളാണെങ്കിലും മകളെയും വിശ്വസിച്ചു. പക്ഷേ ഇത് ആധാരം മഞ്ഞല്ല ചെയ്യിപ്പിച്ച് അവർക്ക് പണ്ട് കൊടുത്തുന്നൊരു പ്രോപ്പർട്ടിയുടെ ചെറിയ മാറ്റങ്ങൾ വരുത്താനെന്ന് പറഞ്ഞൊക്കെയാണ് കബളിപ്പിച്ചത്. സംഭവം 1.5 കോടിയുടെ ഒരു വസ്തു അങ്ങനെ ഈ മൂത്തളിയൻ അവൻ്റെ ഭാര്യയിലേക്ക് എഴുതിച്ച് ഒരു വൻ ചതി നടത്തി. അതിനുശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ മകൻ വന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇത് കണ്ടുപിടിച്ചു. അപ്പം എന്ത് സംഭവിച്ചു? ചീറ്റിങ് നടന്നിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ പദ്ധതിയൊക്കെ മൂത്തളിയൻ്റെയാണ്, പെങ്ങൾ വലങ്കയായിട്ട് നിൽക്കണം. അമ്മയാണെങ്കിലും അശ്രദ്ധമായിട്ട് ഇത് ചെയ്തിരിക്കുന്നു. അപ്പം ഈ കുടുംബത്തിനെ മുഴുവൻ അമ്മയെപ്പോലെ തന്നെ പരിചരിച്ച് പെൺമക്കളുടെ കല്യാണവും മറ്റും കാര്യങ്ങൾക്ക് സഹായിച്ച് ഇവരെല്ലാം സർജറിയും മറ്റുമെല്ലാം ചെയ്ത എന്നെ ഇങ്ങനെ ചതിച്ചു വഞ്ചിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവനത് സഹിക്കാൻ പറ്റാതെ അങ്ങനെ അമ്മയും മകനും മെയിനായിട്ട് അമ്മയാണ് അപ്പച്ചൻ്റെ ഈ വയ്യായിക കൊണ്ട് വീടിൻ്റെ കാര്യങ്ങളും ആധാരങ്ങളൊക്കെ മാനേജ് ചെയ്തിരുന്നത്. അങ്ങനെ അമ്മയും മകനുമുള്ള ബന്ധം നാശകോശമാണ്. അപ്പം അങ്ങനെ അമ്മേനെ സംരക്ഷിക്കാൻ മകൻ തയ്യാറല്ലെന്നും അമ്മ അവളുടെ വീട്ടിൽ പോയി താമസിക്കാനും അപ്പോൾ മകൾ സംഭാഷണങ്ങൾ വരികയും അപ്പോഴാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം സംഭവിക്കുന്നത്. ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ശേഷം ഈ പറയുന്ന മൂത്ത മോളും മരുമകനും എന്ത് ചെയ്ത അമ്മേനെ ആ വീട്ടിൽ കയറ്റില്ല. നിങ്ങട് ഇത് ചോദിച്ചു തന്നു, ഈ സാധനം തിരിച്ച് ചോദിച്ചു വന്നപ്പോൾ സാധനം ഇത് ചോദിച്ചുകൊണ്ട് വരണ്ടെന്നുള്ള രീതിയിൽ മൂത്ത അളിയനും പെങ്ങളും സ്റ്റാൻഡ് എടുക്കുകയും അമ്മയ്ക്ക് ഈ പറയുന്ന അമ്മയ്ക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയും. അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു പോക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസ് നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ മൂത്തളിൻ്റെ ഗ്രീഡാണ് നമ്പർ 1. പിന്നെ പുള്ളി അത് ഈ പറയുന്ന അമ്മയോട് ചെല്ലുമ്പോൾ പറയാണ്, ഞാൻ തന്നേക്കാം ആധാരമൊക്കെ, പക്ഷേ എനിക്കൊരു 1 കോടി രൂപ തന്നെ എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. അതൊന്നും ഈ ചെറുക്കൻ്റെ അടുത്ത് വിലപ്പോയില്ല. അവന് നടന്നില്ല, ഈ തട്ടിപ്പും വെട്ടിപ്പും പിന്നെ നടന്നില്ല. അപ്പോൾ ഇതിൻ്റെ പാഠം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണക്കാരായ ആളുകൾ, വിദ്യാഭ്യാസം കുറവുള്ളവർ, സ്വന്തം മക്കളെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നവർ, അങ്ങനത്തെ പാവങ്ങൾക്കാണ് മിക്കപ്പോഴും ഇങ്ങനത്തെ ചതി വരിക. അവരൊക്കെയാണ് മിക്കവാറും ഈ ആർ.ഡി.ഒ ഓഫീസിലൊക്കെ വന്ന് ചങ്ക് പൊട്ടിക്കരഞ്ഞ് മക്കളിങ്ങനെ ചതിച്ചു നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇച്ചിരി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ സൂക്ഷിക്കുക. ഒന്നും അറിയില്ലാത്തൊരു കാര്യവും മുതിർന്ന പൗരന്മാർ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ചോദിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ചുറ്റുവട്ടത്തുണ്ട്, അവരോട് ചോദിച്ച് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ എങ്ങനെയാണ് പിന്നീട് ഈ പാരൻസ് നീതിക്ക് വേണ്ടി പൊരുതിയത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ സംഭവം അമ്മ വളരെ വിശദീകരിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായി. ഞങ്ങളും അന്വേഷിച്ചു, സംഭവമൊക്കെ ശരിയാണ്. ഈ മകനായിട്ട് ബന്ധപ്പെട്ടു, അവൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി. കാരണം അതൊരിക്കലും സംഭവിക്കാൻ പാടാത്തതായിരുന്നു. മൂത്ത ആളിനായിട്ട് ബന്ധപ്പെടാൻ നോക്കി, പുള്ളി ഭയങ്കര തരികിടയാണ്. പുള്ളി ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ട് ആൻസറും മറ്റൊക്കെ ഇപ്പോൾ ഞങ്ങളെ ഒഴിവാക്കി. അങ്ങനെയൊന്ന് സംസാരിച്ച് തീർക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഓക്കെ, പുള്ളിക്ക് പൈസ വേണം. പൈസയുടെ 1 രൂപ പോലും കൊടുക്കില്ല എന്ന് ഈ അമ്മയുടെ മോൻ പറയുന്നത്. അപ്പോൾ അവന് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ചീറ്റിങ്ങല്ല, ചെയ്യാനുള്ള കാര്യമാണ്. എനിവേ, ഇനി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർ.ഡി.ഒയിൽ ഈ നിയമപ്രകാരം
അപ്പനും അമ്മയും പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഈ രണ്ടാമത് എഴുതിയെടുത്ത ഈ തട്ടിപ്പ് ആധാരം ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്നും പറഞ്ഞ് നമ്മൾ ഒരു പരാതി അടിയേക്ക് കൊടുത്തു. കേസ് വിളിച്ചു നോക്കിയപ്പോൾ മൂത്ത അളിയൻ ഒന്നാമത്തെ വക്കീലന്മാർ സീനിയർ വക്കീലന്മാരെ കൊണ്ടുവന്നേക്കാണ്. ആദ്യത്തെ ഹിയറിങ്ങിൽ ഒരു ജൂനിയർ വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോകണം. രണ്ടാമത്തെ ഹിയറിങ്ങിൽ സീനിയർ വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് അവർ ചെയ്യണ കണ്ടപ്പോൾ നമുക്ക് പറ്റിയ ഒരു നമ്മുടെ സംഘടനയിൽ തന്നെയുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മനുഷ്യാവകാശ പ്രവർത്തകനൊക്കെ ചെയ്യുന്ന ഒരു വക്കീലായിട്ട് നമ്മൾ അവതരിപ്പിച്ച് അദ്ദേഹം നമുക്ക് വേണ്ട നിർദ്ദേശമൊക്കെ തന്ന് നമ്മൾ അമ്മയുടെ അപ്പൻ്റെ കൂടെ ഈ സംഘടനയുടെ ബേസിൽ നമ്മൾ അപേക്ഷ കൊടുത്തുകൊണ്ട് നമുക്കും പോകാം. സംഘടനയുടെ ബേസിൽ നമ്മൾ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി. പിന്നെ ഇത് രസം എന്താ വെച്ചാൽ ഇത് മുറുകി കഴിഞ്ഞപ്പോൾ ഈ സീനിയർ വക്കീൽ വന്നിട്ട് കാര്യം പറഞ്ഞു. ആ കാര്യം ഒരു ഐ ഓപ്പണറായിരുന്നു. അത് നമ്മളെ കണ്ണ് തുറപ്പിച്ച സംഭവം. എന്താ വെച്ചാൽ ഈ ഇഷ്ടദാന ആധാരങ്ങളൊക്കെ നമ്മൾ ഈ സാധാരണ എഴുതി കൊടുക്കുമ്പോൾ അതിനകത്തൊരു പാരഗ്രാഫ് ഉണ്ടാവും. എല്ലായിടത്തും ഉള്ളതാണത്. എങ്ങനെയാണ് എഴുതുകയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മക്കൾക്ക് ഇഷ്ടദാനം കൊടുക്കുകയാണ്, അവരെന്നെ വയസ്സംകാലത്ത് നോക്കിക്കൊള്ളണം, നോക്കാത്ത പക്ഷേ എനിക്ക് തിരിച്ച് എനിക്ക് തിരിച്ച് തരണം എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫൊക്കെ ഉണ്ട്. ഈ പാരഗ്രാഫ് ഈ മൂത്താളിയെന്ന് പറഞ്ഞാൽ മിടുക്കൻ അത് എടുത്ത് കളഞ്ഞായിരുന്നു അതിൽ നിന്ന്. അതൊക്കെ എങ്ങനെ എടുത്ത് കളയണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന വ്യക്തികൾ സാധാരണ അവരെ ചെയ്യുന്നതിന് മുമ്പ് ബന്ധപ്പെടുന്ന പ്രൊഫഷണൽസ് ഉണ്ട്. അത് ലീഗൽ പ്രൊഫഷണൽസ് ആവാം, രജിസ്റ്റേർഡ് സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആധാരമായി പ്രവർത്തിക്കുന്ന ഭാഗത്തുള്ള കുറച്ച് പ്രൊഫഷണൽസ് ആവാം. അതിൽ ഭൂരിഭാഗം പേരും നല്ലവരാണെങ്കിലും കുറച്ച് പേര് ഇതുപോലത്തെ വള്ളി കേസ് തട്ടിപ്പ് വെട്ടും പിടിക്കുന്നവരാണ്. അവരാണ് ഈ പറഞ്ഞു കൊടുക്കണേ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ട്. പിന്നെ നിനക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇദ്ദേഹം ഈ മൂത്ത ആളെ ഇതൊക്കെ മാറ്റിക്കളഞ്ഞായിരുന്നു. ഈ ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരായ സീനിയർ വക്കീൽ ആർഡിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല, അതുകൊണ്ട് ആർഡിയോക്ക് യാതൊരു അധികാരവും ഇല്ല ഈ ആധാരം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. സംഭവം ശരിയാണ്, ലീഗലി റൈറ്റാണ്, അത് ഹൈക്കോടതി വിധിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തു പറ്റി, നമ്മുടെ സെറ്റ് അസൈഡ് എന്നാണ് പറയുക ആധാരം തിരിച്ചു പിടിക്കുന്നതിന്. ആ പെറ്റീഷൻ നമ്മുടെ അങ്ങനെ തോറ്റു, നമ്മളാ കേസ് തോറ്റു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ആഡിയോ സിമ്പിൾ ഒരു കോർട്ട് സിസ്റ്റം ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും നല്ലൊരു വക്കീലായിട്ട് എപ്പോഴും കൺസൾട്ട് ചെയ്തിരിക്കണം. ഓക്കെ. അതിൽ നമ്മൾ ലാഭം നോക്കരുത്, കാരണം ലാഭം നോക്കി കഴിഞ്ഞാൽ കേസ് പോകും. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിൻ്റെ ആഡിയോയുടെ ഉത്തരവ് പറയുന്നത് ഇതെനിക്കതിനുള്ള അധികാരമില്ലെന്നും നിങ്ങളതുകൊണ്ട് അപ്പോൾ ആഡിയോ കോടതി പറഞ്ഞു നിങ്ങളുടെ ഈ ആധാരം തിരിച്ചു പിടിക്കാനുള്ള കേസ് മുൻസിഫ് കോടതിയിൽ, അതായത് ഒരു സിവിൽ കോടതിയിൽ ഫയൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അങ്ങനെ മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന മൂത്ത മരുമകൻ എനിക്ക് ഈ പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്ത് തന്നെന്ന് പറഞ്ഞ് പുള്ളിയുടെ വകയും ഒരു കേസ് ഫയൽ ചെയ്തു. ഓക്കെ. അപ്പോൾ അതങ്ങനെ പാരലായിട്ട് പോവാണ് പോട്ടെ. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ പിന്നീട് നമ്മൾ ചിന്തിച്ചത് എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ആധാരം പെട്ടെന്ന് കിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇവർക്ക് ജീവിക്കാൻ, ഇവർക്ക് ഒരു വാടക വീട്ടിൽ കിടക്കണമല്ലോ, പിന്നെ ഇവർക്ക് പറയുന്ന ജീവിത ചിലവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പെറ്റീഷൻ ആഡിയോയിൽ ഫയൽ ചെയ്തു. ഓക്കെ. അത് നമ്മൾ ആവശ്യപ്പെട്ടത് ജീവിക്കാനുള്ള പൈസ, അതിന് മെയിൻ്റനൻസ് എമൗണ്ട് എന്നാണ് പറയുക. മെയിൻ്റനൻസ് എമൗണ്ട് 3 മക്കളിൽ നിന്ന് വേണം എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തു. ഓക്കെ. അപ്പം നമ്മൾ നല്ലൊരു വക്കീലിനെ കൺസൾട്ട് ചെയ്തു. കാരണം നമുക്കറിയാം എതിർ കക്ഷികൾ സീനിയർ വക്കീലന്മാർക്കായിട്ട് വന്നെ. അപ്പം നമ്മുടെ കേസ് നല്ല ശക്തിയായിട്ട് നിൽക്കണം, നമ്മുടെ പരാതിയും ശക്തമായിട്ട് നിൽക്കണം. അപ്പം അതിൻ്റെ എല്ലാ ലീഗൽ പോയിൻറ്റ്സും സ്ട്രോങ് ആക്കണം, വാലിഡ് ആക്കണം. ആ കേസ് നമ്മൾ വിജയിച്ചു. കാരണം ഈ നിയമം നിലനിൽക്കുന്നത് സീനിയർ സിറ്റിസൻസിന്, പൈസ ഇല്ലാത്തവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം അവൻ്റെ സീനിയർ വക്കീൽ വന്നില്ല. കാരണം അയാൾക്കറിയാം വന്നു കഴിഞ്ഞാൽ തോറ്റുമെന്നറിയാം. അയാൾ ജൂനിയറെ വിട്ടത് കയ്യിൽ നിന്ന്
അത് വരാതെ നോക്കി. കാരണം അയാൾക്ക് നാണക്കേടാമല്ലോ, കേസ് തോറ്റ് കഴിഞ്ഞാൽ മോശമല്ലോ. അതുകൊണ്ട് സീനിയറിനെ വിട്ട് അതിനെ ഇരയാക്കിയിട്ട് പുള്ളി മറിയുന്നു. എന്തോ ഇവിടെ കേസ് നമ്മൾ ജയിച്ചു. അങ്ങനെ 3 മക്കൾ 3000 രൂപ വീതം അടയ്ക്കാൻ പറഞ്ഞു. മാസം മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറഞ്ഞു. RDO ഓർഡറായി. ഓക്കെ. ഇത്രയും കലാപരിപാടി കഴിഞ്ഞപ്പോഴേക്കും 1 വർഷം കടന്നുപോയി. ഓക്കെ. ഇനി അടുത്തെന്ത് സംഭവിച്ചെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മൂത്ത മരുമകൻ വിചാരിച്ചത് ഈ സീനിയർ വക്കീലിനെ കൊണ്ട് 2ാമത്തെ പെറ്റീഷനും ചവിട്ടിക്കളയാൻ പറ്റുമെന്ന് വിചാരിച്ച. പക്ഷേ പുള്ളിക്ക് അത് ഷോക്കായിപ്പോയി. പൈസ അടയ്ക്കണമല്ലോ, അത് പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല. 1.5 കോടിയുടെ മുതൽ കയ്യിൽ വെച്ച ആൾക്ക് മാസം 3000 കഴിഞ്ഞാൽ ദിവസം 100 രൂപയാണ്, 2 ഊണിൻ്റെ പൈസ. പുള്ളിക്കത് പറ്റില്ല, പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല. പുള്ളി എന്ത് ചെയ്തു, ഇനി എങ്ങനെ ഇത് കൊടുക്കാതിരിക്കാൻ പറ്റുമെന്നുള്ള റിസർച്ച് തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും കുറച്ച് പ്രൊഫഷണൽസ് ഉണ്ട് എന്ത് വള്ളിക്കെട്ടും പിടിക്കുന്നത്. അവരായിട്ട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു നമുക്കിത് മാക്സിന് ഒരു 5 വർഷം ഓടിച്ചു തരാമെന്ന രീതിയിൽ സംഭാഷണം പോലെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പീൽ അപ്പീൽ, പിന്നെ ഹൈക്കോടതി, അങ്ങനെ ഇങ്ങനെ നീട്ടിക്കൊണ്ടാവാനുള്ള പദ്ധതികൾ നിങ്ങൾക്കിവിടെ താഴെ കാണാൻ പറ്റും. ഇവരാദ്യം ചെയ്തത് കളക്ടറിന് അപ്പീൽ കൊടുത്തു. ഓക്കെ. കളക്ടറിന് അപ്പീൽ കൊടുത്തപ്പോൾ കളക്ടർ അത് റിജക്റ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഈ 2007 ആക്റ്റിൽ മക്കൾക്കോ മറ്റോ അങ്ങനെയുള്ളവർക്കൊന്നും അപ്പീലിന് വകുപ്പില്ല. പാരൻസിന് മാത്രമേ അപ്പീൽ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കുകയുള്ളൂ. ആ ഒരു ബേസിൽ ഇവരുടെ അപ്പീൽ അങ്ങനെ തന്നെ റിജക്റ്റ് ചെയ്തു. ഓക്കെ. എന്നാലും അവിടെ പോയി നമുക്കൊരു 3 മാസം, കാരണം ഒരു അപേക്ഷ ഒരു കളക്ടറിൻ്റെ ഓഫീസിലോ RDOയിലോ വന്നു കഴിഞ്ഞാൽ 3 മാസം മിനിമം പോക്കാണ്. ഓക്കെ. അപ്പോൾ പക്ഷേ 3 മാസത്തേക്ക് ഈ പറഞ്ഞ 3000 കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അത് തള്ളിപ്പോയപ്പോൾ എന്ത് ചെയ്തു, അപ്പോഴേക്കും നമ്മുടെ സമയം എത്ര പോയി, 1.25 വർഷം പോയി. അടുത്തത് അത് കഴിഞ്ഞാൽ അവർ നേരെ എന്ത് വെച്ചാൽ അടുത്ത അപ്പീൽ ഹൈക്കോടതിയിലുള്ളൂ. ഹൈക്കോടതിയിൽ എങ്ങനെ പോയാലും 3 വർഷം ഓടിക്കാമെന്ന് അവരെ വക്കീൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എത്രയായി, വർഷം 4 ഈ 4 വർഷത്തിൽ ഇവർക്ക് ഈ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്ന എന്തൊരു ഉറപ്പ്. അവരുടെ വയസ്സതാണല്ലോ, 75 78 എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മരിച്ചു പോകുന്ന വയസ്സാണ്. അപ്പം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ കേസ് തന്നെ ഇല്ലാണ്ടാവുമല്ലോ. ഇതാണ് മൂത്ത അളിയൻ്റെ അല്ലെങ്കിൽ മൂത്ത മരുമകൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഹൈക്കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യണം. ഇവർ കേസ് ഫയൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ്, ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് റിട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഹൈക്കോടതിയിൽ, ഒരു പെറ്റീഷനാണത്. അത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യുമ്പോഴാണ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമല്ലാതെ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഓർഡർ ശരിയല്ലാതെ എന്നുള്ള ആരോപണം, അദ്ദേഹം നേരെ കേട്ടില്ല, അല്ലെങ്കിൽ പരാതിക്കാരന് ചില ഡിസേബിൾഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബേസിൽ ഇവർ റിട്ട് ഫയൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഹൈക്കോടതിയിൽ നമ്മളൊരു വക്കീലിനെ ഹയർ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 50,000 30,000 ഒക്കെ ആദ്യം മേശപ്പുറത്ത് വയ്ക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് 3000 കൊടുക്കാനാണ് മടിയുള്ളൂ, ഈ 50,000 കൊടുക്കാനോ 80,000 കൊടുക്കാനൊന്നും മടിയില്ല. അപ്പോൾ ഇത്തരം മരുമക്കളോ മക്കളോ ഒക്കെ ഈ മാതാപിതാക്കൾക്കെതിരെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ദുഷ്കരമായ ഒരു യാത്രയായിരിക്കും ഈ കേസിലുണ്ടാവുക. ഓക്കെ. അപ്പോൾ അതൊക്കെ പിടിച്ച് നിൽക്കണം. പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം വിജയം ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏത് കോടതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സഹായത്തിന് വരും. അതുകൊണ്ട് നിങ്ങളത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പണമായിട്ട് ഇറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഈ മൂത്ത മരുമകന് ലാസ്റ്റ് ഹോപ്പാണ് ഈ കേസ് മറക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതി പോകണമെന്ന് നടക്കുന്ന കേസല്ല, എക്സ്പെൻസീവാണ്. അപ്പോൾ പുള്ളി സീനിയർ വക്കീലിനെ എന്നെ വിളിച്ച് കേസ് ഏൽപ്പിച്ചു. സീനിയർ വക്കീൽ അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റാണ്. കാര്യം എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റാണ്. എല്ലാ ലീഗൽ കൺസെഷൻസും ഉപയോഗിക്കാൻ നോക്കുമല്ലോ. ഉടനെ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഷോക്കിംഗ് എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ടാണ്. എൻ്റെ കക്ഷി
അൺസൗണ്ട് മൈൻഡാണ് എന്ന് പറഞ്ഞാൽ ആൾ മാനസികമായിട്ട് ഡിസേബിൾഡാണ്. ഓക്കെ, ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, ആൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ മെയിൻ്റനൻസ് എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല. കുറേ പഴയ ഒരു മൈനർ ഡിപ്രഷൻ്റെ ഏതൊരു പഴയ ഒരു ഡോക്യുമെൻ്റൊക്കെ ഒരു 5-8 വർഷം പഴക്കമുള്ളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു മൈനർ സർജറിയുടെ പേപ്പർ, അങ്ങനെ കുറേ പഴയ സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഫയൽ ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഏതൊരു നുണയ്ക്കും അതിൽ നിന്നാൽ നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ വക്കീൽ, നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങളുടെ വക്കീലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഈസിയായിട്ട് പൊളിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടത് നിലനിൽക്കില്ല. വെറുതെ ഈ പറഞ്ഞ മൂത്ത മരുമാൻ പൈസ കൊണ്ട് കളയാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സമയം നീട്ടി കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഈ റിട്ട് പെറ്റീഷൻ ഇത് ഈ 2-3 വർഷം പോകാവുന്ന കേസുകളാണ്. അപ്പോൾ ഈ പാരൻസിനെ അത് ദോഷമായിട്ട് ബാധിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ന് വെച്ചാൽ നമ്മൾ തൽക്കാലം നമ്മുടെ വക്കീൽ അപ്പിയർ ചെയ്ത ശേഷം ആ വക്കീലിനെ നമ്മൾ വക്കാലത്ത് ഒഴിയണം. അപ്പോൾ അടുത്ത ഹിയറിങ് വരുമ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നേരിട്ട് പോവുകയും, നമുക്കെന്ന് വെച്ചാൽ ഈ അച്ഛനും അമ്മയ്ക്കും അതുപോലെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കക്ഷി ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്കും നേരിട്ട് കോടതിയിൽ ഹാജരായി ഈ അമ്മയ്ക്ക് നേരിട്ട് കാര്യം പറയാൻ പറ്റും ജഡ്ജിനോട്. എന്നിട്ട് ഈ കേസ് എത്രയും വേഗം വിളിക്കണമെന്നും ഇതിൻ്റെ വാദം നടത്തണമെന്നും ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലെന്നും ഈ അപ്പനും അമ്മയും കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഈ കേസ് അങ്ങനെ നമ്മൾ ചെയ്ത് പെട്ടെന്ന് ആ കേസ് വിളിച്ച് വാദത്തിന് വിളിച്ചു. അങ്ങനെ ആ കേസ് നമ്മൾ ഒരു 3 വർഷം കൊണ്ട് പോകാവുന്നൊരു കേസ് നമ്മൾ 1 വർഷം കൊണ്ട് തീർത്ത് അതിന് വിധി സമ്പാദിച്ചു. ആ വിധിയിൽ ഈ പറയുന്ന മൂത്ത മരുമകൻ്റെ വക്കീൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ ആർഡിഒയുടെയും പിന്നെ കളക്ടറിൻ്റെയും ഒക്കെ വിധി സ്ക്വാഷ് ചെയ്യണം, എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കണം, കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം. പിന്നെ എൻ്റെ ക്ലയൻറ്റിനെ ഒഴിവാക്കണം, ഏതിന്ന് 3000 കൊടുക്കണേന്. ഇതൊക്കെ മാറ്റിവെച്ചു. ആര് മാറ്റിവെച്ചു? ജഡ്ജി ഹൈക്കോടതി മാറ്റിവെച്ചു, അനുവദിച്ചില്ല. മാത്രമല്ല ഹൈക്കോടതി നിരീക്ഷിച്ചെന്താ വെച്ചാൽ നിലവിൽ ഈ ആർഡിഒയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഒരു ഇടക്കാല ഉത്തരവാണ്. എന്ന് പറഞ്ഞാൽ ആർഡിഒ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒരു ഫൈനൽ ഹിയറിംഗ് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഇനി പറയാൻ ഒരു അവസരം കൂടി ഉണ്ട്, അതുകൊണ്ട് നേരെ ആർഡിഒയുടെ ഫൈനൽ ഹിയറിങ്ങിന് പോയിക്കോ, അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഈ മെയിൻ്റനൻസ് തുക 3000 വളരെ വളരെ തുച്ഛമായ തുകയാണ്. മാത്രമല്ല മാതാപിതാക്കൾക്കാണ് ഈ വിഷയത്തിൽ കോടതി കൂടുതൽ അനുകൂലമായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തി പാരൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കോടതി സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ സമയം എത്രയെന്ന് അറിയോ? ഈ കേസുമായിട്ട് ഈ പാരൻസ് നടക്കാൻ തുടങ്ങിയിട്ട് 2.25 വർഷമായി. എന്ന് പറഞ്ഞാൽ നമ്മളിത് ഷോർട്ട് കട്ട് എടുത്തുകൊണ്ടാണ്, ഡയറക്റ്റ് അപ്പിയറൻസ് എടുത്തുകൊണ്ടാണ് 2.25 വർഷം. ഡയറക്റ്റ് അപ്പിയറൻസിൽ ഒരു പക്ഷേ അത് 3.25 വർഷം വരെ നീണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി ആർഡിഒയിൽ പോയി ബാക്കി ഫൈനൽ ഹിയറിംഗ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. എന്താ വെച്ചാൽ ആർഡിഒ ഓഫീസിന് ഗവൺമെൻറ് വക്കീലിനോട് ചോദിച്ചു ഞങ്ങളിത് ആരാണ് ചെയ്യേണ്ടത്, ഞങ്ങളാണോ ചെയ്യേണ്ടത് കളക്ടറാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഗവൺമെൻറ് വക്കീൽ എനിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് തെറ്റായ ഒരു അഡ്വൈസാണ്. അവർ പറഞ്ഞു നോ, ഇത് ഇനി കളക്ടറാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഫയൽ കളക്ടർക്ക് ഫോർവേഡ് ചെയ്തു പറഞ്ഞു. അത് ഈ ചർച്ചയൊക്കെ നടക്കാൻ 3 മാസം കളഞ്ഞു. അങ്ങനെ 3 മാസം കളഞ്ഞ് ഒന്നും ചെയ്യാതെ ആർഡിഒ നേരെ ഈ സംഭവം കളക്ടർക്ക് ഫോർവേഡ് ചെയ്തു. അങ്ങനെ കളക്ടർ അത് 2 മാസം വെച്ചുകൊണ്ടിരുന്നു. അവരുടെ തിരക്ക് ഭയങ്കര തിരക്കാണ്, അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആർഡിഒയ്ക്കും നല്ല തിരക്കാണ്, അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞ് കോടതി വിധി കഴിഞ്ഞ് ആർഡിഒയുടെ 3 മാസം വേസ്റ്റായി. പിന്നെ വീണ്ടും ഒരു 3 മാസം കളക്ടറിൽ. അങ്ങനെ കളക്ടർ 6 മാസത്തോളം കഴിഞ്ഞ് ഹിയറിംഗ് നടത്തി. ശക്തമായ ഒരു ഹിയറിംഗ് ആയിരുന്നു. പാരൻസിന് അനുകൂലമായിട്ട് കളക്ടർ അമ്മയോട് സംസാരിച്ചു.
അങ്ങനെ അത് ഓർഡർ ഇടാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പറയുന്ന മൂത്ത മരുമകൻ്റെ വക്കീൽ ഒരു പെറ്റീഷൻ കളക്ടർ കൊടുത്തു. പറയുന്നത് എന്താ വെച്ചാൽ ഈ ഹിയറിംഗ് ഇവിടെ നടത്തേണ്ടതല്ല, ഈ ഹിയറിംഗ് നടക്കേണ്ടത് ആർഡിയോയിലാണ് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ട എല്ലാ തെളിവും വച്ചു. അപ്പോൾ അത് ശരിയായിരുന്നു. ശരിക്കും ഈ ഗവൺമെൻറ് അഡ്വക്കേറ്റ് കൊടുത്ത ലീഗൽ അഡ്വൈസ് തെറ്റായിരുന്നു. ശരിക്കും ഇതിൻ്റെ ഹൈക്കോടതി ഉദ്ദേശിച്ച ഫൈനൽ ഹിയറിംഗ് ചെയ്യേണ്ടത് ആർഡിയോയാണ്. കാരണം ആർഡിയോ ആണ് ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ആ ഓർഡർമേലാണ് ഈ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ആർഡിയോ തന്നെയാണ് അതിൻ്റെ ഫൈനൽ ഹിയറിംഗ് നടത്തേണ്ടത്. അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു ഉപകാരവും ഇല്ലാതെ 6 മാസത്തിന് ശേഷം വീണ്ടും ആ കേസ് വീണ്ടും തിരിച്ച് ആർഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് എത്ര സമയം പോയി? നമുക്ക് ഏകദേശം 3 വർഷം ആവാറാവാണ്. ഏകദേശം 2.25 വർഷം പോയി. ഓക്കെ, അങ്ങനെ ആർഡിയോയിലേക്ക് എത്തി. ഇവിടെ എന്തായിരിക്കുന്നത് 1 സെക്കൻഡ്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ച വേസ്റ്റേജ് ഓഫ് 6 months അത് നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾക്കും ഇതുപോലത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ശക്തമായിട്ട് ഇതിൽ ഇൻവോൾവായിട്ട് പറയാം. നിങ്ങളുടെ വക്കീൽ മുഖേന പറയാം, പെറ്റീഷൻ വയ്ക്കാം, ആർഡിയോയ്ക്ക് പെറ്റീഷൻ വയ്ക്കാം. അതായത് ഇവിടെയാണ് സെക്കൻഡ് ഹിയറിംഗ് നടക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ടൈം സേവ് ചെയ്യാൻ പറ്റും, 6 months ടൈം. അപ്പോൾ ഓക്കെ, അപ്പോൾ ആർഡിയോ എടുത്ത് വന്നു. ആർഡിയോയ്ക്ക് കളക്ടർ കൊടുത്ത നിർദ്ദേശം 15 ദിവസത്തിനുള്ളിൽ ഫൈനൽ ഹിയറിംഗ് നടത്താനാണ്. കാരണം അവർക്ക് മനസ്സിലായി 6 മാസം വേസ്റ്റായത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 20 ദിവസം കഴിഞ്ഞപ്പോൾ ഫൈനൽ ഹിയറിംഗ് നടത്തി. മൂത്ത മരുമകൻ ശക്തമായ വക്കീലന്മാരെ ഇറക്കി. നമ്മുടെ ഭാഗത്തുനിന്നും വേണ്ട വിധ തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു. ഈ വകുപ്പ് ഈ 2007 ആക്ട് എന്ന് പറയുന്നത്, മെയിൻ്റനൻസ് ആക്ട് എന്ന് പറയുന്നത്, അങ്ങനെ ഏതെങ്കിലും വലിയ വക്കീലന്മാരെ ഇറക്കിയാലൊന്നും നടക്കാൻ പോണ കേസല്ല. ആസ് ലോങ് ആസ് ഈ പാരൻസ് സഫർ ചെയ്യുന്നുണ്ട്, അവർ വാടക വീട്ടിലാണ്, അവർക്ക് വരുമാനം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ കൊലകൊമ്പന്മാരും ഒന്നും വായിച്ചിട്ടും കാര്യമില്ല, കേസ് പാരൻസിന് അനുകൂലമായിരിക്കും. അങ്ങനെ പാരൻസിന് അനുകൂലമായിട്ട് ഫൈനൽ ഹിയറിംഗ് നടന്നു. വീണ്ടും കേസ് പാരൻസിന് അനുകൂലമായി. അപ്പോൾ എന്തുപറ്റി? വീണ്ടും ഇതിന് അപ്പീൽ കൊടുക്കാൻ പറ്റും, കളക്ടർക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. മരുമകൻ വീണ്ടും ഇത് വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വെറുതെ ഒരു അപ്പീൽ കളക്ടർക്ക് കൊടുത്തേക്കാണ്. 1 സെക്കൻഡ്. വീണ്ടും ഒരു അപ്പീൽ കളക്ടർക്ക് കൊടുത്തു. കളക്ടർക്ക് ഈ ടീമിനെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്തു? അത് 2 ആഴ്ച കൊണ്ട് മടക്കി അയച്ചു, റിജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 1 സെക്കൻഡ്. ഓക്കെ, അതിന് ശേഷം ഇവർക്ക് വേണമെങ്കിൽ, ഇപ്പം നിലവിൽ കേസ് ആ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീലായിട്ട് പോവാം. അത് ഡിവിഷൻ ബെഞ്ചിലും വേണമെങ്കിൽ കൊടുക്കാം. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് 2 ജഡ്ജിമാരിരിക്കുന്ന ഒരു കോടതിയാണ്. അപ്പോൾ അത് പോകാൻ നമുക്കറിയില്ല, പോയാൽ നമ്മളും പോവും. ഓക്കെ, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അവർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് ആദ്യത്തെ ഹിയറിങ്ങിൽ നേരിട്ട് അപ്പിയർ ചെയ്യാൻ പറയും. എന്നിട്ട് വസ്തുതകൾ പറയാൻ പറയും, അവരുടെ അവസ്ഥ പറയാൻ പറയും, ഇത് എത്ര വർഷമായി ഓടുന്ന കേസാന്ന് പറയാൻ പറയും. അങ്ങനെ ഇത് എത്രയും വേഗം ഹിയറിങ്ങിന് വെച്ച് ദയവ് ചെയ്ത് ഈ കേസ് എന്ന് പറഞ്ഞിട്ട് തീർക്കണമെന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുക്കും. കൂടാതെ ഈ പാരൻസിന് ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീഗൽ സർവീസിൻ്റെ ഒരു വക്കീലിനെ അനുവദിച്ച് തരാനും പറയും. അങ്ങനെ നമ്മൾ ആ കേസുമായിട്ട് മുന്നിൽ പോയി തീർക്കും. ഓക്കെ, എത്രയും വേഗം ഡിവിഷൻ ബെഞ്ചിൽ അവർ പോയാൽ തന്നെ അത് വരും മാസങ്ങളിൽ തന്നെ അതിൻ്റെ ഹിയറിംഗ് അല്ല വാദം നടത്തി തീർക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. ഓക്കെ, ഇങ്ങനെയെല്ലാം ചെയ്ത് തീരുമ്പോഴേക്കും ഏകദേശം നമുക്കൊരു 4 വർഷം വരെ എത്താം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കേവലം ഒരു സിമ്പിൾ ആഡിയോ പെറ്റീഷൻ എതിർഭാഗത്ത് നീചനായ ഒരു മകനോ മരുമകനോ മകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മാതാപിതാക്കളുടെ യാത്ര
4 വർഷം വരെ ദുരിതമാക്കാൻ അവർക്ക് സാധിക്കും. ഓക്കെ, അടുത്തത് നമ്മുടെ നാട്ടിൽ ലീഗൽ പ്രൊസീഡിങ്സ് ആണ്. നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും. എന്തായി കാണി, ഇത് എന്തിനാ കോടതി പോകണേന്നൊക്കെ സാധാരണക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയാണ്. ഓക്കെ, നമ്മുടെ കോർട്ട് ഹയറാർക്കി, അതുപോലെ അപ്പീൽ റൈറ്റ്സ്, ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ താഴെയുള്ള ഏതെങ്കിലും ഒരു കോടതി വിധി എന്തെങ്കിലും കാരണത്താൽ ബയാസ്ഡ് ആണെങ്കിൽ മേലെ അതിന് സംരക്ഷണം അല്ലെങ്കിൽ നീതി കിട്ടുന്നതിന് വേണ്ടി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം വച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഈ കുന്നുകൂടിയിരിക്കുന്ന 30-40 ലക്ഷത്തോളം കേസുകൾ കുന്നുകൂടി കിടക്കുമ്പോൾ ഈ സിസ്റ്റം നമുക്ക് ബ്ലെസ്സിങ്സ് അല്ല, നമുക്കൊരു അനുഗ്രഹമല്ല, പകരം നമുക്കൊരു ശാപമായി മാറുന്ന അവസ്ഥയും ഉണ്ട്. അതുകൊണ്ടാണ് പൊതുജനം പൊതുവെ പറയുന്നത് കോടതിയിൽ കേസ് പോയാൽ തലമുറകളായിട്ട് നിൽക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. എന്തെങ്കിലും ആവട്ടെ, എങ്കിലും നമ്മൾ നീതിക്ക് വേണ്ടി പോകണം. ഓക്കെ, സഹായിക്കാൻ ആളുകളുണ്ട്. ഈ അപ്പനും അമ്മയ്ക്ക് സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ള സംഘടനകളും അതുപോലെ കുറച്ച് വക്കീലന്മാരും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഫൈറ്റ് ചെയ്യാൻ പറ്റിയത്. കോൺസ്റ്റൻ്റായിട്ട് ഞങ്ങൾ കൊടുത്ത ഒരു സഹായവും സഹകരണവും കരുതലുമാണ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, നമുക്കിനി അടുത്തത് കുറച്ച് ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള സംശയങ്ങളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ആഡിയോ വിധിയുണ്ട്, 3000 രൂപ വെച്ച് കൊടുക്കണം, ശരി. കൂടാതെ മാതാപിതാക്കളുടെ ആശുപത്രി ചിലവുകളും നിങ്ങൾ തുല്യമായിട്ട് എടുക്കണം എന്നൊക്കെ വിധി നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ശരി, അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു, നമ്മുടെ കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു എന്നിട്ട് പാരൻസ് അഡ്മിഷൻ വേണ്ട ഒരു സ്റ്റേജ് വരികയാണ്, അല്ലെങ്കിൽ ഒരു സർജറി വേണം എന്ന് ഡോക്ടർ പറഞ്ഞു, വരും ദിവസങ്ങളിൽ വേണം. അപ്പോൾ നമ്മൾ മക്കളെ വിളിക്കുകയാണ്, ഇതെങ്ങനെ സംഭവമാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മക്കളെ കാണാൻ പോവാണ്, അവരൊന്നും സഹകരിക്കുന്നില്ല, എന്ത് ചെയ്യും? അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അഡ്വാൻസ്, നമുക്കറിയാലോ ഈ ആശുപത്രി പോകുമ്പോൾ അഡ്വാൻസ് എമൗണ്ട് അടയ്ക്കണ്ടേ. അതുപോലെ ഈ സമയത്ത് കുട്ടികൾ വന്ന് നമ്മളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ ലീഗലി? പിന്നെ പോലീസിനെ വിളിച്ച് ഇവരെ പേടിപ്പിച്ച് അല്ലെങ്കിൽ ഇവർക്കെതിരെ ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ചോദ്യങ്ങളാണല്ലേ. അതിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആദ്യമേ ഈ വേണ്ട തുകകളെല്ലാം അടയ്ക്കേണ്ടി വരും, നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കേണ്ടി വരും. എന്നിട്ട് ആഡിയോയിൽ പരാതി വെച്ചിട്ട് അത് ക്ലെയിം ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 30,000 രൂപ ചിലവ് വന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു, നമ്മൾ മാല വിറ്റു, എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും മേടിച്ചു, 30,000 രൂപ ചിലവായി, ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. പിന്നെ നിങ്ങളിത് ഈ ബില്ലെല്ലാം വെച്ചിട്ട് ആഡിയോയ്ക്ക് പറയണം, ഇങ്ങനെ സംഭവം ഉണ്ടായി, മക്കളാരും തന്നില്ല എന്ന് പറയുമ്പോൾ അവർ വിളിച്ചു വരുത്തി പൈസ അടയ്ക്കാൻ പറയും. ഇതാണ് സിസ്റ്റം. ഓക്കെ, ഇതിൽ പോലീസിനൊന്നും ചെയ്യാനില്ല, കാരണം ഇതൊരു സിവിൽ കേസാണ്. അതുകൊണ്ട് സിവിൽ കേസ് പോലീസ് ടച്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ പോലീസിനകത്ത് പോയിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, പിന്നെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? പിന്നെ നിങ്ങൾ പോലീസിനെ വിളിച്ചാൽ പോലീസ് വരും, പോലീസ് വന്നിട്ട് പറയും ഓക്കെ ഗവൺമെൻറ് ഹൗസിലേക്കുള്ള ബസ് കയറ്റി വിടാം എന്ന് പറയും, അത്രേ ഉള്ളൂ. അത് അവരുടെ റോൾ അവിടെ തീർന്നു. രണ്ടാമത്തെ എന്താണ്? ആഡിയോ ഓർഡർ ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സീനിയർ സിറ്റിസൺസ് സഫർ ചെയ്യാണ്. അപ്പോൾ അവർ നമുക്ക് വീട് കിടക്കാൻ അവർക്ക് കിടപ്പിലായിപ്പോയി. ഓക്കെ, കിടപ്പിലായിപ്പോയാൽ വീടില്ലാത്ത അവസ്ഥ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അവസ്ഥ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ബന്ധപ്പെട്ട നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ അവരത് അന്വേഷിച്ച് ആഡിയോയായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ സാമൂഹ്യ നീതി ഡിപ്പാർട്ട്മെൻറ്റിന് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ മാതാപിതാക്കളെ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിനെ അവൈലബിളായുള്ള ഗവൺമെൻറ് ഓർഫനേജിൽ കൊണ്ടുപോകും. ഓക്കെ, കൂടാതെ ഈ മക്കളുണ്ടല്ലോ, എത്ര മക്കളുണ്ടോ അവർക്കെതിരെ ഈ പോലീസ് കേസ് ചാർജ് ചെയ്ത് ആഡിയോയ്ക്ക് സബ്മിറ്റ് ചെയ്യും. ആഡിയോ അവരെ വിളിപ്പിച്ച് അവരെ കൊണ്ട് മെയിൻ്റനൻസ് അടപ്പിക്കും. ഓക്കെ, ഇതാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊതുവെയുള്ള ഉത്തരങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് പോലീസ് നിങ്ങളൊരു മകനാണെങ്കിലും മകളാണ്, നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നിങ്ങൾ പാരൻസിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ പാരൻസിനെ ഉപദ്രവിച്ചിട്ടില്ല, അവിടെ പോയി ഷൗട്ട് ചെയ്തിട്ടില്ല, അവരുടെ വീട്ടിൽ കയറി അവർ സാധനങ്ങൾ ഉടച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ യാതൊരുവിധ ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിൻ്റെ ഫോൺ കോൾ എടുക്കേണ്ട ആവശ്യമില്ല, ഇഗ്നോർ ചെയ്യാം. ഓക്കെ,
പക്ഷേ നിങ്ങൾ മെയിൻ്റനൻസ് ഒക്കെ അടച്ചിരിക്കണം. മെയിൻ്റനൻസ് അടയ്ക്കാത്തത് വ്യക്തിയാണെന്ന് വിചാരിക്കുക, എങ്കിൽ കൂടി പോലീസ് നിങ്ങൾ വിളിക്കാൻ പാടില്ല. പകരം ആ മാതാപിതാക്കൾ ആർ.ഡി.ഒക്ക് പരാതി കൊടുക്കുകയും ആർ.ഡി.ഒ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഹാജരായില്ലെങ്കിൽ ആർ.ഡി.ഒക്ക് വാറണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പോലീസ് നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, പോലീസിന് നിങ്ങൾ നേരിട്ട് വിളിക്കേണ്ട ആവശ്യമേ ഇല്ല, നിങ്ങൾ മെയിൻ്റനൻസ് കൊടുത്തില്ലേ പോലും. പിന്നെ കാരണം സിവിൽ കേസ് അതുകൊണ്ടാണ് കേട്ടോ. പകരം ക്രിമിനലാണ് നിങ്ങൾ ചെയ്തെങ്കിൽ അവർ വരും നിങ്ങളടുത്ത്. ഇനി അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പറഞ്ഞായിരുന്നു തന്നെയാണ്, പറഞ്ഞു ഓൾറെഡി. ഓക്കെ, അപ്പോൾ ആർ.ഡി.ഒ നിങ്ങൾക്കെതിരെ വാറണ്ട് വിട്ടിരിക്കുകയെന്ന് വിചാരിക്കാം, നിങ്ങൾ പൈസ അടയ്ക്കുന്നില്ല. പോലീസ് നിങ്ങളുടെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും, നേരെ ജയിലിലേക്ക് പോകും. ഓക്കെ, പിന്നെ എന്താണ് ഇത് ഓൾറെഡി പറഞ്ഞെന്ന് വിചാരിച്ചു, സിവിൽ ഓർ ക്രിമിനൽ. അപ്പോൾ ഇതൊരു സിവിൽ കേസാണ്, ഓൾറെഡി പറഞ്ഞ കേസാണ്. ഈ ആർ.ഡി.ഒ കേസ് എന്ന് പറഞ്ഞത് നിങ്ങൾ പൈസ കൊടുക്കാത്ത, പാരൻസിനെ കെയർ ചെയ്യാത്തതോ പൈസ കൊടുക്കാത്തതൊക്കെ സിവിൽ കേസാണ്. അപ്പോൾ എല്ലാ കംപ്ലയിൻറ്റും ആർ.ഡി.ഒക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പോലീസിന് ഒരു റോളും ഇല്ല. പോലീസിന് റോൾ വരുന്നത് നിങ്ങൾ ക്രിമിനൽ ഒഫൻസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ്, ആർക്കെതിരെ, പാരൻസിനെതിരെ. അടുത്തത് എന്താണ്, ആർ.ഡി.ഒ ഓർഡർ ഫെയിലിയർ കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു തന്നെയാണ്. ആർ.ഡി.ഒ ഓർഡറിൻ്റെ ഫെയിലിയേഴ്സ്, ആർ.ഡി.ഒ ഓർഡർ ഇട്ടു അത് മക്കൾ പാലിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ സക്സസേഴ്സ് പാലിക്കുന്നില്ല, ആർ.ഡി.ഒക്ക് പരാതി ഇടുക. ഓക്കെ, പരാതി ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 മാസത്തിനുള്ളിൽ വിളിപ്പിച്ചിട്ട് ആർ.ഡി.ഒ നടപടി എടുക്കും കേട്ടോ. പോലീസിന് യാതൊരു റോളും ഇല്ല ഇതിനകത്ത്. വാറൻറ്റ് ജയിൽ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു, അതെ പറഞ്ഞായിരുന്നു തന്നെയാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. 1 മാസം മുതൽ പൈസ അടയ്ക്കുന്ന വരെ നിങ്ങൾക്ക് ജയിലിൽ കിടക്കുന്ന അവസ്ഥ വരും. ഓക്കെ, വാറണ്ട് വന്ന് പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 മാസം മിനിമം കിടക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, പൈസ അടച്ചാൽ പോലും. അതുകൊണ്ട് പൈസ അടയ്ക്കണമെന്ന് നിർബന്ധമാണ്, അല്ലാണ്ട് നിങ്ങൾ ഇറക്കി വിടില്ല. അടുത്തെന്താണ്, CRPC IPC ആപ്ലിക്കബിൾ. എപ്പോഴാണ് പോലീസ് നിങ്ങളെ വന്ന് പിടിച്ചുകൊണ്ട് പോകണമെന്നുള്ളതാണ്. അത് ക്രിമിനൽ ഒഫൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് 2 തരത്തിലുള്ള ക്രൈമുണ്ട്. ഒന്ന് സിവിയറായുള്ള ക്രൈം, ഒരു 3 വർഷത്തിന് മേലെ നിങ്ങൾക്ക് തടവ് കിട്ടാവുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന് നിങ്ങളെ നേരെ വന്ന് അറസ്റ്റ് ചെയ്ത്, അതായത് മജിസ്ട്രേറ്റിൻ്റെ അനുവാദം വേണ്ട, അവർക്ക് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കുറ്റപത്രം തയ്യാറാക്കി നിങ്ങളെ നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഇനി അത് താഴെയുള്ള മൈനർ ക്രൈംസ് ആണെങ്കിൽ 3 വർഷം താഴെ അല്ലെങ്കിൽ ഒരു ഫൈനൊക്കെ അടിച്ച് തീരാവുന്ന ക്രൈമൊക്കെ ആണെങ്കിൽ മജിസ്ട്രേറ്റിനെ കാണണം, പെർമിഷൻ എടുക്കണം. ഡിഫമേഷൻ, ന്യൂസൻസ്, അസോൾട്ട്, ഹർട്ട്, ഡാമേജ്, പ്രോപ്പർട്ടി ഡാമേജ്, ഇതെല്ലാം നോൺ കോഗ്നിസബിൾ ആണ്. ഓക്കെ, മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ വേണം. ഇനി എന്താണ് ഫയലിംഗ് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഒരു ആർ.ഡി.ഒയിൽ നിങ്ങൾക്കൊരു പരാതി കൊടുക്കണമെങ്കിൽ സിമ്പിളാണ്. നിങ്ങൾക്ക് നേരിട്ട്, ഞാനൊരു മുതിർന്ന പൗരനാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു അച്ഛനാണെങ്കിൽ എനിക്ക് നേരിട്ട് പരാതി കൊടുക്കാം, വക്കീലിനെ ഉപയോഗിക്കാം, NGO ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ, എൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ആര് വഴി എനിക്ക് വേണമെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് പരാതി കൊടുക്കാം. പിന്നെ അവിടെ ഒരു ഫോമുണ്ട് ആർ.ഡി.ഒ ഓഫീസിൽ, അത് മേടിച്ച് ഫില്ല് ചെയ്യുക. അഡ്വക്കേറ്റ് വേണമെന്ന് വെച്ചാൽ ഞാൻ പറയും വേണമെന്ന് പറയും. ഓക്കെ, അഡ്വക്കേറ്റ് നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. കാരണം കേസ് അതിൽ നമ്മൾ ലാഭം കാണരുത്. ഓക്കെ, അഡ്വക്കേറ്റിന് അതിന് മാത്രം പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല, അതിൽ നിങ്ങൾ ലാഭം കാണരുത്. അഡ്വക്കേറ്റിനെ ഉപയോഗിച്ച് ശക്തമായൊരു കേസ് വേണം എഴുതി കൊടുക്കാൻ. അടുത്തത് ആർ.ഡി.ഒ കളക്ടർ ഫോളോ അപ്പ്. ഓക്കെ, അപ്പം നമ്മൾ കേസ് ഫയൽ ചെയ്തു ആർ.ഡി.ഒയിൽ അല്ലെങ്കിൽ കളക്ടറിൽ കൊടുത്തു, നമ്മൾ വെറുതെ നിന്നിട്ട് കാര്യമില്ല. ദയവേത് നിങ്ങൾ ആ ഫോൺ നമ്പർ എടുത്ത് വിളിക്കണം. കാരണം ഈ 2 ഓഫീസിലും ഫയലുകൾ കുന്നുകൂടി കിടക്കുന്ന ഓഫീസുകളാണ്. അപ്പോൾ കരയണ കുട്ടിക്കേ പാല് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോൺ വിളിയിൽ നിന്ന് അവർക്ക് മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പാടുകൊണ്ടാണ് നിങ്ങൾ നിൽക്കണമെന്നുള്ളത്. ഓക്കെ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം. പറ്റുമെങ്കിൽ പറ്റുന്ന പോലെ ഓഫീസിൽ പോയി അന്വേഷിക്കണം, മാസത്തിലൊരിക്കലെങ്കിലും. പിന്നെ നേരിട്ട് ആ പാരൻസ് തന്നെ, വയസ്സായ പാരൻസ് തന്നെ വിളിച്ച് അന്വേഷിച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ അവിടെ നിന്ന് അയക്കുന്ന നോട്ടീസുകളുണ്ട്, അതായത് ഹിയറിംഗ് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടീസുകൾ കൊണ്ട് തരുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കും. അത് വലിയൊരു തോൽവിയാണ്, കാരണം അവർ മിക്കവാറും കൊണ്ട് തരുന്നത് ഒരു ദിവസം മുമ്പായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് വെച്ചാൽ എപ്പോഴും ഈ ബന്ധപ്പെട്ട ആർ.ഡി.ഒയിലോ കളക്ടറിലോ വിളിച്ച് ഹിയറിംഗ് ഡേറ്റ് ആയോ എന്ന് അന്വേഷിക്കണം. ആ ഉണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് നിങ്ങൾക്ക് 10 ദിവസം മുമ്പ് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച്
യാത്ര ക്രമീകരിക്കാൻ പറ്റും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. കാരണം പ്രായമായവർക്ക് തന്നെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ഇൻഫോർമേഷൻ നിങ്ങളെ സഹായിച്ചു എന്നാണ്. സോ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, പ്ലീസ് ഷെയർ ഇറ്റ് ടു സമ്മൺ ഹു ആർ ഇൻ കഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക. ഓക്കെ, ഡിസ്ക്ലൈമർ ദയവായി വായിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രൊഫഷണലിൻ്റെ ആവശ്യമുണ്ട്, അതൊക്കെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. യു ടേക്ക് കെയർ.